ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൂവൂസ് കിച്ചൻ. നമ്മൾ ഇന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ പേര് അമ്പോളി എന്നാണ്. ഈ റെസിപ്പിയെ പറ്റി ഞാൻ അറിഞ്ഞത് അഷ്റഫ് ഫ്രൂട്ട് റെക്കോർഡറിൻ്റെ ട്രാവൽ വ്ളോഗിൽ നിന്നാണ് കേട്ടോ. അഷ്റഫും ബീബ്രവും കൂടി ഇപ്പോൾ ഗ്രേറ്റ് ഇന്ത്യ എക്സ്പെഡീഷൻ പാർട്ട് 3 ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അവർ അമ്പോളിയിൽ ചെന്നപ്പോൾ അവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് അവർ ശരിക്കും ഈ റെസിപ്പി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അവർ ആ ഇൻട്രൊഡ്യൂസ് ചെയ്ത രംഗം എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. കാരണം അവരെന്തോ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തിരിക്കുന്ന സമയത്ത് അടുത്ത ടേബിളിലെ ആൾക്കാർ അമ്പോളി എന്ന് പറഞ്ഞൊരു ഇത് ഓർഡർ ചെയ്യുന്ന റെസിപ്പി ഓർഡർ ചെയ്തത് കേട്ടപ്പോൾ ഇവർക്കൊരു ആകാംക്ഷ തോന്നി. അങ്ങനെ ഓർഡർ ചെയ്ത് കഴിച്ചപ്പോൾ സൂപ്പറായിരുന്നു എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അത് കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കും ഇതെന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ വരുമല്ലോ. അങ്ങനെ ഞാനിത് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇതൊരു മഹാരാഷ്ട്രൻ റെസിപ്പിയാണെന്നും ഇതിൻ്റെ പെർഫെക്റ്റ് കോംബോ ഒരു ഗ്രീൻ പീസ് കറി ആണെന്നും ഒക്കെ കണ്ടത്. അപ്പം ഞാനും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ സൂപ്പറായിരുന്നു കേട്ടോ. നല്ല കോമ്പിനേഷനാണത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ദോശയുടെ ഒരു രൂപമാണെങ്കിലും കുറച്ച് ഇൻഗ്രീഡിയൻസിലെ ഡിഫറൻസ് കാരണം ഈ അമ്പോളി വളരെ ഡിഫറെൻറ്റ് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ചമ്മന്തിയോ നമ്മൾ ദോശയുടെ കൂടെ ഉപയോഗിക്കുന്ന ചട്നിയൊക്കെ ഉപയോഗിക്കാം. പക്ഷേ ഇതാണ് ഗ്രീൻ പീസ് കറിയാണ് ഇതിൻ്റെ കോംബോ. അപ്പം ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഒരു ഡിഫറെൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എളുപ്പമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അമ്പോളി ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ 2 കപ്പ് പച്ചരിയാണ് കേട്ടോ എടുക്കുന്നത്. 2 കപ്പ് പച്ചരി ചേർത്തതിന് ശേഷം അതിലേക്ക് 3/4 കപ്പ് ഉഴുന്ന് ചേർത്ത് കൊടുക്കുക. ഉഴുന്ന് ചേർത്തതിന് ശേഷം നമുക്ക് 2 ടേബിൾ സ്പൂൺ ചന ദാൽ, അതായത് കടലപ്പരിപ്പ്. അപ്പോൾ 2 കപ്പ് പച്ചരിക്ക് 2 ടേബിൾ സ്പൂൺ ചന ദാൽ കേട്ടോ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്തിട്ട് ഇതെല്ലാം നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. ഒരു 3-4 തവണ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ അരിയും ഉഴുന്നും എല്ലാം നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുതിർക്കാൻ ആവശ്യമുള്ള വെള്ളം, അതായത് നമ്മൾ ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ എങ്ങനെയാണോ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. പക്ഷേ ഇതിനോടൊപ്പം ഇനിയൊരു കാര്യം കൂടി നമുക്ക് ചേർക്കാനുള്ളത് സാഗു റൈസാണ്, അതായത് ചവ്വരി ഒരു 1/2 കപ്പ് എടുത്തിട്ട് അത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഈ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കത് ഒറ്റ തവണ കഴുകിയെടുക്കുക. 2-3 തവണയൊന്നും കഴുകേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്യുമ്പോൾ അതിലൊരുപാട് വേസ്റ്റേജ് വരും. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ അരിയുടെ കൂടെ ഇട്ട് അത് കഴുകാതിരുന്നത് കേട്ടോ. അങ്ങനെ ഇത് ഒറ്റ തവണ കഴുകിയതിന് ശേഷം നമുക്ക് ഇത് ഈ അരിയുടെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നമുക്കിതെല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു 6 മണിക്കൂർ ഇത് നന്നായി കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ 6 മണിക്കൂർ ഇപ്പോൾ ഇവിടെ ഞാൻ അടച്ച് വെക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇത് 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ അരിയും ഉഴുന്നൊക്കെ ഞാൻ മിക്സിയുടെ ജാറിൽ ഒരു പകുതി പോർഷനോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റുമേ. എന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഇതിൻ്റെ ഒപ്പത്തിന് വരുന്ന പോലെ ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് മുകളിലേക്ക് നിൽക്കണ്ട. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ തിക്നെസ് കുറഞ്ഞു പോകും. അങ്ങനെയാകുമ്പോൾ ഈ അമ്പോളി നമുക്ക് കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയിരിക്കുന്ന നമ്മളുടെ അരിയും ഉഴുന്നൊക്കെ പെട്ടെന്ന് തന്നെ അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഇതിലേക്ക് അരച്ച് പൊഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് കൈവച്ച് ഇളക്കി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് അത് പുളിച്ച് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുമേ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങ് ചെയ്യുമ്പോൾ കൈവച്ച് ചെയ്യാം. ഞാനിപ്പോൾ അങ്ങനെ കൈവച്ച് ചെയ്യുന്നത് കാണിക്കുന്നില്ല. അത് ചിലർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും അങ്ങനെ കാണുമ്പോൾ. അതുകൊണ്ടാണ് ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ഞാനപ്പോൾ ഈ മാവ് നന്നായിട്ട് കൈവച്ച് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം 2 മിനിറ്റോളം തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു സവോള ഒന്ന് വെച്ച് കൊടുക്കണേ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ചെറിയ സവോള മതിയിട്ട് ഒരുപാട് വലുതൊന്നും എടുക്കണ്ട. എന്നിട്ട് ഇതിൻ്റെ നടുക്കിൽ കൂടെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുക. അത് ഫുൾ വിടർന്ന് വരണ്ട, ഒരു പകുതിയോളം കട്ട് ചെയ്താൽ മതി. എന്നിട്ട് അതിനെ ക്രോസ് ചെയ്തിട്ട് ഒന്നും കൂടി കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 4 പീസ് പോലെ കിട്ടും. പക്ഷേ ആ പീസ് ഇങ്ങനെ അടർന്ന് പോരേണ്ട ആവശ്യമില്ല. അങ്ങനെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ.
അപ്പോൾ അങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ സെൻട്രലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക. ജിഞ്ചിലി ഓയിൽ എന്ന് പറയില്ലേ, അത് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് സവോളയുടെ സെൻട്രലായിട്ട് ഏകദേശം ഒരു ടീസ്പൂണും അതുപോലെ തന്നെ ഈ മാവിന് ചുറ്റുമായിട്ട് 1 ടീസ്പൂണോ അല്ലെങ്കിൽ 1/2 ടീസ്പൂണോ ആയാലും മതി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നോർമൽ ദോശമാവൊക്കെ പൊന്താൻ വെക്കില്ലേ, അതുപോലെ തന്നെ ഇതൊന്ന് അടച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു വൈകിട്ടായിട്ടാണ് ഇത് അരച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഓവർനൈറ്റ് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ആവുമ്പോൾ ഇപ്പോൾ ഇത് ഈ ഉള്ളി ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് ഫെർമെൻ്റായി വരുവേ. അപ്പോൾ നമുക്കിനി നേരം വെളുക്കുമ്പോൾ ഇത് ഇനി കാലത്താണ് ഞാനിത് ചുടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിതിനിപ്പോൾ അടച്ച് വെക്കട്ടെ. ഇപ്പോൾ നേരം വെളുത്തപ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. നോക്കൂ, കണ്ട ആ സവോളയുടെ നിറമൊക്കെ ഒന്ന് മാറി. അത് മാത്രമല്ല നമ്മളുടെ മാവ് നന്നായിട്ട് ഫെർമെൻ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ. എന്നിട്ട് നമുക്ക് ഈ സവോള ഒന്ന് ഇതിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് നമുക്ക് ദോശ ചുടുന്ന സമയത്ത് ഒന്ന് എണ്ണ തടവിയിട്ട് എടുക്കാൻ നല്ലതാണ്. അപ്പോൾ ആ സവോള നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതാ നോക്കൂ, മാവ് കണ്ടോ നല്ല ഫെർമെൻ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് ഇങ്ങനെ കുത്തി ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ശേഷം 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇത് അതിൻ്റെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാനുമാണ്. അതുപോലെ തന്നെ ചെറുതായിട്ട് ഈ ഒരു അമ്പോളിയിൽ ഒരു ബ്രൗണിഷ് കളർ പോലെ ഉണ്ട്, അത് വരാനും കൂടിയിട്ടാണ് ഈ പഞ്ചസാര ചേർക്കുന്നത്. അതിന് ശേഷം ഈ ഉപ്പും പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് നേരം ഇതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ആ സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ടി നമുക്ക് ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് കോമ്പിനേഷനായ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാം. ചമ്മന്തിയും ചട്നിയൊക്കെ ഉപയോഗിക്കാം, പക്ഷേ ഈ കറിയാണ് ഇതിൻ്റെ കൂടെ കൂടുതൽ നല്ലത് കേട്ടോ. അപ്പോൾ ഈ ഗ്രീൻ പീസ് ഞാൻ തലേദിവസം തന്നെ വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ്. 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ നമുക്ക് പിന്നെ വേണ്ടത് പൊട്ടാറ്റോയും ക്യാരറ്റുമാണ്. അപ്പോൾ ഒരു ക്യാരറ്റ്, അത്യാവശ്യം വലുപ്പമുള്ളൊരു ക്യാരറ്റ് ഞാനിങ്ങനെ ഒരു സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തത് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ കണ്ട ഇതുപോലെ സ്ക്വയർ പീസസ് ആയിട്ട് കേട്ടോ. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ 2 ചെറിയ പൊട്ടറ്റോ ആണ് എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ നിങ്ങൾ ഒരെണ്ണം എടുത്താൽ മതി. ഇങ്ങനെ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. അതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉപ്പ് ചേർത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് നമുക്കിത് വേവിക്കാൻ വയ്ക്കുക അടുപ്പിൽ. ഇതൊരു 4 വിസിലോ 4 5 നിങ്ങൾ കുക്കറിൻ്റെ വ്യത്യാസം അനുസരിച്ച് വ്യത്യാസമുണ്ടോ, 4 5 വിസിൽ കൊടുത്താൽ പെട്ടെന്ന് നമ്മൾ ഗ്രീൻ പീസ് വേവിക്കാൻ വെച്ചിട്ടുള്ള സമയം കൊണ്ട് നമുക്ക് വേറൊരു പാനിൽ ഞാനിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 2 ചെറിയ സവോളയാണ് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാടൊന്നും വരേണ്ട ആവശ്യമില്ല ഇതിലേക്ക്. ഇതിന് നമ്മളുടെ ആ സവോളയുടെ ഒരു കടിക്കുമ്പോൾ ഒരു ക്രിസ്പിനെസ് ഉണ്ടല്ലോ, അതൊന്നും നഷ്ടപ്പെടേണ്ട കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി, ഒരുപാട് വാടേണ്ട ആവശ്യമില്ല. ഇങ്ങനെ പെട്ടെന്ന് തന്നെ അത് വാടിക്കിട്ടും. 1 മിനിറ്റൊക്കെ എടുക്കുള്ളൂ, ആ ഒരു പാകം മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് 1.5 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതിനോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിനകത്ത് ഒരുപാട് മസാലകളൊന്നും ചേർക്കുന്നില്ല, എല്ലാം ഞാൻ ടീസ്പൂൺ കണക്കിലാണ് കേട്ടോ പറയുന്നത്. ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂണും കൂടി ഗരം മസാലയും കൂടിയാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മളുടെ ഈ കറി അപ്പോൾ ഒരുപാട് മസാലകളൊന്നും ചേർത്തിട്ടുള്ള കറിയല്ല, എല്ലാം നമ്മൾ ടീസ്പൂൺ കണക്കിലല്ലേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഒരു മൈൽഡ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ഈ കറിക്കുള്ളത് കേട്ടോ. ഇത് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഗ്രീൻ പീസും പൊട്ടാറ്റോ ഒക്കെ വേവിച്ച് വെച്ചില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് നന്നായിട്ട് മിക്സായി വരുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ കുക്കിംഗ് ക്രീം ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കിംഗ് ക്രീം ഒഴിച്ച് കൊടുക്കാം. അത് ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് എപ്പോഴും നമ്മളെ വീട്ടിൽ അതൊന്നും കാണില്ലല്ലോ, അപ്പോൾ കോക്കനട്ട് മിൽക്ക് ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പാണ് കോക്കനട്ട് മിൽക്ക് ഒഴിക്കുന്നത്. അത് 1-ാം പാലും 2-ാം പാലും ഒക്കെ ഒരുമിച്ച് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മളിതിൽ തക്കാളി ഒന്നും ചേർത്തിട്ടില്ലല്ലോ പുളിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഒരല്പം പുളി ഉണ്ടാവാനായിട്ട് ഒരു അല്പം വിനെഗർ, അതായത് 1/2 ടീസ്പൂൺ വിനെഗർ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്.
കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു 10 മിനിറ്റൊക്കെ കറി ഉണ്ടാക്കാൻ സമയം എടുക്കുള്ളൂ. നമ്മൾ ആ മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചില്ലേ, ആ സമയം കൊണ്ട് നമുക്ക് ഈ കറി തയ്യാറാക്കാം. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി ഒരല്പം മല്ലിയിലയും കൂടി തൂകി നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മളെ കറി. വളരെ സിമ്പിളും അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ് ഈ കറി കേട്ടോ. അടുത്തതായി നമുക്ക് അമ്പോളി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ സവോള നമ്മൾ നേരത്തെ ആ മാവിൽ നിന്ന് എടുത്ത് മാറ്റിയില്ലേ, ആ സവോളയാണ് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് എണ്ണയിൽ മുക്കിയിട്ട് ഒന്നിങ്ങനെ തൂത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് 2 തവി മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഇത് ഒഴിച്ചതിന് ശേഷം ഒരുപാട് അങ്ങ് നമ്മൾ പരത്തേണ്ട ആവശ്യമില്ല. നമ്മൾ തട്ടുദോശയ്ക്കൊക്കെ ചെയ്യില്ലേ, ആ ഒരു വലുപ്പത്തിൽ പരത്തിയാൽ മതി കേട്ടോ. ഇത്രയും വലുപ്പം മതിയാവും. അതിനുശേഷം ഇതൊരു ലിഡ് വെച്ചിട്ട് നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. അതൊന്ന് വെന്ത് വരട്ടെ. ഫ്ലെയിം ഒട്ടും കൂട്ടി വെക്കരുത്, മീഡിയത്തിന് ഒരല്പം താഴെയായിട്ട് വെച്ചാൽ മതിയാവും കേട്ടോ. ഇതൊന്നായി വന്നപ്പോൾ ഞാൻ ആ ലിഡൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ തിരിച്ചിട്ട് കാണിച്ചു തരാം. ഈ രൂപത്തിലാണ് അടിവശിരിക്കുക. അതൊന്നും ആയി വരുമ്പോൾ ഞാൻ എൻ്റെ മറ്റേ വശവും കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയാണ് ഇത് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു രീതിയിൽ കേട്ടോ. ഇങ്ങനെ ബാക്കിയുള്ളതെല്ലാം ഞാനിപ്പോൾ ഒന്ന് ചുട്ടെടുക്കട്ടെ. അപ്പം നമ്മളുടെ അമ്പോളിയും ഗ്രീൻ പീസ് കറിയും ഞാനിവിടെ സെർവിങ് പ്ലേറ്റിലായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദോശയോടൊക്കെ സാമ്യത ഉണ്ടെങ്കിലും അതിൽ നമ്മൾ ചേർക്കുന്ന ചെറിയ ചെറിയ ഇൻഗ്രീഡിയൻസിൻ്റെ വ്യത്യാസം കൊണ്ട് കുറച്ചൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയാണ് ഇതിന് കേട്ടോ. അപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ഡിഫറെൻ്റ് ആയിട്ടൊരു ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് തീർച്ചയായും ട്രൈ ചെയ്യാവുന്നതാണ്. ഞാൻ ഇതൊരു തവണ എൻ്റെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയപ്പോഴാണ് ഈ റെസിപ്പി ഷെയർ ചെയ്തത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂവൂസ് കിച്ചൺ.